ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് 2022 സ്റ്റഡി പ്ലാന്റെ 40th ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെ ബേസ് ചെയ്തിട്ടുള്ള 50 റാങ്ക് നിർണയ ചോദ്യങ്ങളാണ്. SCRTയിലെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ഉൾപ്പെടെയുള്ള 50 ചോദ്യങ്ങളാണ് ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര ഏത് പേരിൽ അറിയപ്പെടുന്നു? എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ജമുന. ജമുന എന്ന പേരിലാണ് ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത്. ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രമുഖ നദി ഏതാണ്? സിന്ധു. സിന്ധു നദിയാണ് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രമുഖ നദി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടി. ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദി ഏത്? ഈ ചോദ്യവും റിപ്പീറ്റിംഗ് ആണ്. ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര. ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ലിബുലേഖ്. ലിബുലേ ചുരമാണ് ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നീ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. പ്രധാനമായും ഏതിനം ആഗ്നേയ ശിലകളാലാണ് ഡെക്കാൻ പീഠഭൂമി നിർമ്മിതമായിട്ടുള്ളത്? ബസാൾട്ട്. ബസാൾട്ട് എന്ന ആഗ്നേയ ശിലകളാലാണ് ഡെക്കാൻ പീഠഭൂമി നിർമ്മിതമായിട്ടുള്ളത്. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശിലയാണ് ആഗ്നേയ ശില. മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലെ മുൾട്ടായ് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? താപ്തി. താപ്തി നദിയാണ് മുൾട്ടായ് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന കേരള PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ അൺഅക്കാഡമിയിൽ ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ബാച്ച് കോഴ്സസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കേരള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എക്സാമിന് വേണ്ടിയിട്ട് അൺഅക്കാഡമിയിൽ കോഴ്സ് പോകുന്നുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് അൺഅക്കാഡമിയിൽ പോകുന്നത്. അപ്പോൾ ഒറ്റ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കാണാൻ സാധിക്കുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അൺഅക്കാഡമിയിൽ മെയ് 11 ഒരു ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. കേരള PSC ന്യൂ പാറ്റേൺ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് രാത്രി 8 മണിക്കാണ്. ഈ ഫ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനും ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ 2 ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് മെയ് 11 ഒരു 100 ഡേ ബാച്ച് കോഴ്സും, അതുപോലെ മെയ് 4 ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി തന്നെ ബാച്ച് കോഴ്സ് ഒരെണ്ണം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സുകൾ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. ഇന്ദ്രാവതി, ശബരി എന്നിവ ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? ഇന്ദ്രാവതി, ശബരി എന്നിവ ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ്. ഗോദാവരി. ഭീമ, തുംഗഭദ്ര എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? കൃഷ്ണ. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ഏതൊക്കെ? ഭീമയും തുംഗഭദ്രയും. കബനി, അമരാവതി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? കാവേരി. കാവേരി നദിയുടെ പോഷക നദികളാണ് കബനി, അമരാവതി എന്നിവ. ഏത് നദിയുമായി ബന്ധപ്പെട്ടാണ് കൊൽക്കത്ത തുറമുഖം ഉള്ളത്? ഹൂഗ്ലി. ഹൂഗ്ലി നദിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊൽക്കത്ത തുറമുഖം ഉള്ളത്. ഡയമണ്ട് ഹാർബർ ഏത് തുറമുഖത്തോട് ചേർന്നുള്ളതാണ്? കൊൽക്കത്ത തുറമുഖത്തോട് ചേർന്നുള്ളതാണ് ഡയമണ്ട് ഹാർബർ. തമിഴ്നാട്ടിലെ ഇരുമ്പയിര് ഖനന കേന്ദ്രങ്ങൾ ഏവ? സേലം, നീലഗിരി. സേലം, നീലഗിരി എന്നിവയാണ് തമിഴ്നാട്ടിലെ ഇരുമ്പയിര് ഖനന കേന്ദ്രങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇത് PSC കഴിഞ്ഞൊരു എക്സാമിനും ചോദിച്ചൊരു ചോദ്യമാണ്. ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്കു ശാലയാണ് ബൊക്കാറോ. ബൊക്കാറോ 1964. ട്രാൻസ് ഹിമാലയൻ നിരകളിലെ
പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയൻ നിരകളിലെ പർവ്വതനിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ. ഹിമാലയത്തിന്റെ ഭാഗമായുള്ള പർവ്വതനിരകൾ ഏതെല്ലാമാണ്? ഹിമാലയത്തിന്റെ ഭാഗമായുള്ള പർവ്വതനിരകൾ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവയാണ്. മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് കാരക്കോറം. മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറം. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതാണ്? ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനവും രേഖാംശ സ്ഥാനവും. അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്കു മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കു വരെയാണ്. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്കു മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കു വരെ. ഹിമാചൽ പ്രദേശ്, ടിബറ്റ് മേഖലകളെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. ശ്രീനഗർ, കാർഗിൽ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശമാണ് ബാമർ. രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ബാമർ എന്ന പ്രദേശത്താണ് ഉഷ്ണകാലത്ത് ഇന്ത്യയിലെ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുന്നത്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്കു പറയുന്ന പേരാണ് കാൽബൈശാഖി. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴ ഏതാണ് എന്ന് ചോദിച്ചാൽ കാൽബൈശാഖിയാണ്. ഉത്തര സമതല പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പഞ്ചാബിൽ ശൈത്യകാലം മഴ ലഭിക്കാൻ കാരണമാകുന്ന പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത. ഉത്തര സമതല പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പഞ്ചാബിൽ ശൈത്യകാലത്ത് മഴ ലഭിക്കാൻ കാരണമാകുന്ന പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത, വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. ശൈത്യകാലം മഴ ഗുണകരമാകുന്ന പ്രധാന കാർഷിക വിളയാണ് ഗോതമ്പാണ് ശൈത്യകാല മഴ ഗുണകരമാകുന്ന പ്രധാന കാർഷിക വിള. ഇന്ത്യയിലെ ഉഷ്ണകാലം എന്ന് പറയുന്നത് മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇന്ത്യയിലെ ഉഷ്ണകാലം. അപ്പോൾ ഇന്ത്യയിലെ ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. ഈ ചോദ്യം, ഇന്ത്യയുടെ ശൈത്യകാലം കഴിഞ്ഞ പ്രിലിംസ് 2 ഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓർത്തിരിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ജെറ്റ് പ്രവാഹങ്ങളാണ്. പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് എന്താണ്? ജെറ്റ് പ്രവാഹങ്ങൾ. ജാർഖണ്ഡിലെ സിംഗ്ഭം, ഗുർഗ് എന്നീ മേഖലകൾ ഏത് ധാതുവിനാണ് പ്രസിദ്ധം? ഇരുമ്പയിരിനാണ് ജാർഖണ്ഡിലെ സിംഗ്ഭം, ഗുർഗ് എന്നീ മേഖലകൾ പ്രസിദ്ധം. പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കാത്ത ഗതാഗത മാർഗത്തിന് ഉദാഹരണമാണ് ജലഗതാഗതം. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് തുറമുഖമാണ് തമിഴ്നാട്ടിലെ എണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് തുറമുഖം ഏതാണ്? തമിഴ്നാട്ടിലെ എണ്ണൂർ ആണ്. ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 80% ഏതിനം റോഡുകളാണ്? ഗ്രാമീണ റോഡുകൾ. ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും നിർവഹിക്കുന്നത് ആര്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും നിർവഹിക്കുന്നത്. 1962 UK സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്കുശാലയാണ് ദുർഗാപൂരിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. വെസ്റ്റ് ബംഗാളിലാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കപ്പെടുന്ന നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയിലെ ശൈത്യകാലം നേരത്തെ പറഞ്ഞതുപോലെ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇന്ത്യയിലെ ശൈത്യകാലം. ഡെൽറ്റ രൂപവത്കരണം നടക്കുന്ന തീരസമതലമാണ് കിഴക്കൻ തീരസമതലം. ഡെൽറ്റ രൂപവത്കരണം നടക്കുന്ന തീരസമതലം ഏതാണ്? കിഴക്കൻ തീരസമതലമാണ്. പശ്ചിമഘട്ടത്തിലെ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ്. ഇതെങ്ങനെ ഓർക്കാം? മഹാബലവാനായ കൃഷ്ണൻ എന്ന് ഓർത്തിരുന്നാൽ മതി. മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് എന്ന് കിട്ടും. അടുത്ത ചോദ്യം. എത്ര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഭാഗമാണ് ഉത്തര മഹാസമതലം? 7 സംസ്ഥാനങ്ങളിലായിട്ടാണ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് എന്ത് ചെയ്യുന്നത്? വ്യാപിച്ചു കിടക്കുന്നത്.
ഉത്തര മഹാസമതലം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഹിമാലയൻ നദികൾ മുറിച്ചൊഴുകുന്നതിനാൽ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്ന ഹിമാലയൻ നിരയാണ് സിവാലിക്. ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന സിവാലിക്. ഡൂണുകൾ എന്നറിയപ്പെടുന്ന നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ കാണപ്പെടുന്ന ഹിമാലയൻ നിരയാണ് സിവാലിക്. ഉദാഹരണമാണ് ഡെറാഡൂൺ. 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള കൊടുമുടികൾ കാണപ്പെടുന്ന ഹിമാലയൻ നിരയാണ് ഹിമാദ്രി. ഹിമാദ്രി. 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള കൊടുമുടികൾ എവിടെ കാണപ്പെടുന്നുണ്ട്? ഹിമാദ്രിയില് കാണപ്പെടുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ രേഖാംശീയ സ്ഥാനം ഏത്? ഇത് ഇമ്പോർട്ടന്റ് ആണ്. അക്ഷാംശ സ്ഥാനവും രേഖാംശ സ്ഥാനവും ഇന്ത്യയുടേത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ത്യയുടെ രേഖാംശീയ സ്ഥാനം 68°7' കിഴക്ക് മുതൽ 97°25' കിഴക്ക് വരെ. കിഴക്കും വടക്കും നിങ്ങൾ പഠിച്ചു വെക്കുക. അക്ഷാംശ സ്ഥാനം വടക്കാണ്, രേഖാംശീയ സ്ഥാനം കിഴക്കാണ്. 68°7' കിഴക്ക് മുതൽ 97°25' കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശീയ സ്ഥാനം. കിഴക്കൻ മലനിരകളിൽ അഥവാ പൂർവ്വ പ്രദേശത്ത് കാണപ്പെടുന്നത് ഏതിനം മരങ്ങളാണ്? ഉഷ്ണമേഖലാ മഴക്കാടുകളാണ്. കിഴക്കൻ മലനിരകളിൽ ഈസ്റ്റേൺ ഹിൽസിൽ കാണപ്പെടുന്നത്, പൂർവ്വ പ്രദേശത്ത് കാണപ്പെടുന്നത് ഉഷ്ണമേഖലാ മഴക്കാടുകളാണ്. ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഏറിയ ഭാഗവും സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് അസം. അസമിലാണ് ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഏറിയ ഭാഗവും കാണപ്പെടുന്നത്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം. ആനർ, ഗിർന എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? താപ്തി നദിയുടെ പോഷക നദികളാണ് ആനർ, ഗിർന എന്നിവ. കർണാടകത്തിലെ ശരാവതി നദിയിലുള്ള 225 മീറ്റർ ഉയരമുള്ള വെള്ളച്ചാട്ടം ഏത്? ജോഗ് ഫാൾസ്. ജോഗ് ഫാൾസ് ആണ്. അവസാനത്തെ ചോദ്യം, ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിവ ഏത് തീരസമതലത്തിന്റെ ഭാഗങ്ങളാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗങ്ങളാണ് ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ, മലബാർ എന്നിവ. ഓക്കെ, അപ്പൊ ഈ 50 ചോദ്യങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം.